മറ്റൊരു വാർത്തയിലേക്ക്. സംസ്ഥാന സർക്കാരിനെ പരോക്ഷമായി വിമർശിച്ച് കാന്തപുരം അബൂബക്കർ മുസല്യാർ. ചില നേതാക്കൾ സമുദായ വിരുദ്ധത പ്രകടിപ്പിക്കുമ്പോൾ ഭരണകൂടം നിശബ്ദരാകരുത് എന്ന് കാന്തപുരം പറഞ്ഞു. ചിലർ ന്യൂനപക്ഷങ്ങളെ സംശയത്തിന്റെ നിഴലിലാക്കാൻ ശ്രമിക്കുകയാണ്. നിസ്സംഗ നിലപാട് സമാധാനം ആഗ്രഹിക്കുന്നവർക്ക് ചേർന്നതല്ല എന്നും കാന്തപുരം പറയുന്നു. SSF മുഖമാസികയായ റിസാലയിലെ ലേഖനത്തിലാണ് ഈ വിമർശനം. പ്രസാദ് ഉടുമ്പശ്ശേരി വിവരങ്ങളുമായിട്ട് ചേരുന്നു. പ്രസാദ്, ഇതിപ്പോൾ സർക്കാരിനെതിരായിട്ടുള്ള വിമർശനമാണ് എന്ന് മനസ്സിലാക്കാൻ ഉതകുന്ന വിധത്തിലുള്ള മറ്റ് പരാമർശങ്ങൾ എന്തൊക്കെയാണ്? സനീഷ്, സമസ്തയുടെ 100ാം വാർഷികവുമായി ബന്ധപ്പെട്ടുകൊണ്ട് SSFന്റെ മുഖമാസികയായ റിസാലയ്ക്ക് നൽകിയ അഭിമുഖത്തിലാണ് ഇത്തരമൊരു പരാമർശം ഉള്ളത്. അതിനകത്ത് ചോദ്യം ഇതായിരുന്നു: 2 തവണ അധികാരത്തിൽ നിൽക്കുന്ന ഇടതുപക്ഷം ഇനിയും തുടരുമെന്ന് കരുതുന്നുണ്ടോ എന്നതായിരുന്നു ചോദ്യം. അതിന് അദ്ദേഹം പറഞ്ഞത്, അങ്ങനെ ഭരണത്തിൽ നിന്നും മാറി നിൽക്കേണ്ട ഒരു മുന്നണിയാണ് ഇടതുപക്ഷമെന്ന് കരുതുന്നില്ല, പക്ഷേ കൂടുതൽ വികസന പ്രവർത്തനങ്ങൾ നടത്തേണ്ടതുണ്ട്. അത് മാത്രമല്ല, ചില നേതാക്കൾ സമുദായ വിരുദ്ധത പ്രകടിപ്പിക്കുമ്പോൾ ഭരണകൂടം ഒരിക്കലും നിശബ്ദരായി ഇരിക്കാൻ പാടില്ല. ന്യൂനപക്ഷങ്ങളെ സംശയത്തിന്റെ നിഴലിലാക്കിയാണ് അത്തരം പ്രസ്താവനകൾ വരുന്നത്. ഇത് അദ്ദേഹം ഉദ്ദേശിക്കുന്നത് വെള്ളാപ്പള്ളി നടേശൻ സമീപകാലത്ത് നടത്തിയിട്ടുള്ള പ്രസ്താവനകളെയാണ്. ഒരു നിസ്സംഗ നിലപാട് ഒരിക്കലും സമാധാനം ആഗ്രഹിക്കുന്നവർക്ക് ചേർന്നതല്ല. അതുമാത്രമല്ല, പോലീസ് ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥ ഭരണത്തിനെതിരെ ജനങ്ങൾക്കിടയിൽ അതൃപ്തിയുണ്ട്. അങ്ങനെ വരുമ്പോൾ മറ്റൊരു പരീക്ഷണത്തിന് ജനം മാറി ചിന്തിക്കുമെന്നതുകൂടി അദ്ദേഹം പറയുന്നുണ്ട്. സമീപകാലത്തുണ്ടായ ഈ വെള്ളാപ്പള്ളി നടേശൻ നടത്തിയിട്ടുള്ള പ്രസ്താവനയ്ക്കെതിരെയാണ് അത് നേരത്തെ തന്നെ കാന്തപുരം വിഭാഗവും ഉൾപ്പെടെ വലിയ വിമർശനം ഉന്നയിച്ചിരുന്നു. അതിന്റെ തുടർച്ചയായാണ് അദ്ദേഹം തന്റെ അതൃപ്തി ഇത്തരത്തിൽ പരോക്ഷമായി പ്രകടിപ്പിച്ചിട്ടുള്ളത്.